വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീര ഹിയർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വരുന്നവർക്ക് വെൽക്കം. ഇങ്ങനത്തെ കണ്ടൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വെരി താങ്ക്സ് ടു ഓൾ ഓഫ് യു. എനിക്ക് ലാസ്റ്റ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് മുന്നേ ആയിരുന്നു, പക്ഷേ ഇതുവരെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പഠിത്തവും കാര്യങ്ങളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടില്ല. അത് വരുമ്പോഴത്തേക്കും ഈ ഒരു ടൈമായി. പക്ഷേ ഈ വീഡിയോയിൽ പറയാനേ താങ്ക് യു ഓൾ ഓഫ് യു. ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് വളരെ കഷ്ടപ്പെട്ട് എത്തിയതാണ് ആ ഒരു 1Kയിലേക്ക്. സത്യം പറഞ്ഞാൽ ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ ആ 1K തന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു Q&A സെക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെറ്റിനോയിനെ പറ്റിയിട്ട്. കാരണം ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ട്രെറ്റിനോയിനെ പറ്റി മാത്രമല്ല, സ്കിൻ കെയർ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ വീഡിയോ ഉണ്ട് പഴയ ചാനലിൽ, അതിലും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇന്ന് ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ അധികം സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രെറ്റിനോയിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ട്രെറ്റിനോയിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടോളൂ. ട്രെറ്റിനോയിൻ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്കിൻ അതിനോട് അഡ്ജസ്റ്റഡ് ആയതിനു ശേഷം മാത്രം ഡെയിലി യൂസ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഒരു 1 month 2 month ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കാണുക. അത് പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ആ ഒരു പ്രോസസ്സിൽ ഇതാക്കി ഒരു 2 months കഴിയുമ്പോൾ നിങ്ങൾക്കത് ഡെയിലി യൂസ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി സൈഡ് ഇഫക്റ്റ് ഉണ്ടോ? അപ്പം ട്രെറ്റിനോയിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം സൈഡ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതായത് ബേണിങ് ഉണ്ടാവാം, ഇച്ചിങ് ഉണ്ടാവാം, ചെറിയൊരു പീലിംഗ്. അതൊന്നും സൈഡ് ഇഫക്റ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. അത് ആ ഒരു കമ്പോണൻറ്റ് നമ്മുടെ സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ആകുമ്പോഴുള്ള എഫക്ട്സ് ആണ്. അത് നമ്മൾ യൂസ് ടു ആയി കഴിയുമ്പോൾ, അല്ല സ്കിൻ അതിനോട് അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പം അത് മാറും. അല്ലാതെ വേറെ പറയത്തക്ക സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ അങ്ങനെ ഇല്ല. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൻ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിനെ അറിഞ്ഞ് വേണം യൂസ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് അലർജീസ് ഉള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതല്ലാതെ പറയത്തക്ക സൈഡ് എഫക്ട്സ് ആയിട്ട് ഒന്നുമില്ല. ഇത് നോർമലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആക്നിക്ക്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് യൂസ് ചെയ്യുമ്പോൾ ഹോം മെയ്ഡ് ഫേസ് പാക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന പോലത്തെ DIYs അല്ലെങ്കിൽ മഞ്ഞൾ, കടലമാവ്, അങ്ങനത്തെ ഹോം മെയ്ഡ് ഫേസ് പാക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പം അതിലെനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ മഞ്ഞളായിക്കോട്ടെ, ലെമൺ ആയിക്കോട്ടെ, ഇതൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്താൽ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ മഞ്ഞളൊക്കെ തേച്ച് ബേണിങ് ഉണ്ടാകുന്നവരുണ്ട്. ഞാൻ ലെമൺ ഈസ് സംതിങ് യു ഷുഡ് നെവർ യൂസ് ഓൺ യുവർ ഫേസ്. അത് പലർക്കും അറിയില്ല. സിട്രിക് ആസിഡ് ആണ്. ഓരോന്നിലും ഓരോ ആസിഡ്സ് ബേസ് ആയിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അതും നമുക്ക് ഇഫക്ട്സ് ഉണ്ടാക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പം, നിങ്ങൾ ഫസ്റ്റ് ട്രെറ്റിനോയിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, ആദ്യത്തെ ഒരു 3-4 months വേറെ ഫേസ് പാക്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് അതിലും ആസിഡ്സ് ഉണ്ട്. നമ്മൾ ഫേസ് സിറമിലൊക്കെ കാണുന്ന പോലത്തെ കമ്പോണൻസ് ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിലും ഉണ്ട്. നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ചില ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ബാഡ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും. ബേണിങ് ഉണ്ടാവാം, സ്കിൻ ബേൺ ആയി പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവും. സോ ആദ്യത്തെ ഒരു 3 monthsലേക്ക് എന്തായാലും ഫേസ് പാക്സ് നാച്ചുറൽ ആയാലും അല്ലെങ്കിലും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യം തന്നെ താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. മുഖത്ത് പാലുണ്ണി ഉള്ളത് കൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ട്രെറ്റിനോയിൻ. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ബേണിംഗ് ആൻഡ് പീലിംഗ് ഉണ്ട്. ഞാൻ മാമ എർത്ത് ടീ ട്രീ വിത്ത് സാലിസിലിക് ആസിഡ് ഫോമിംഗ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ?
subscribe to your channel for more information. Thank you so much. But അത് പഴയ ചാനലായിരുന്നു, whatever it is. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബേണിംഗ് ആൻഡ് പീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പം അത് അങ്ങനെയാണ്, നമുക്ക് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ അതൊരു പ്രശ്നമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടീ ട്രീ വിത്ത് സാലിസിലിക് ആസിഡ് ഫോമിങ് ഫേസ് വാഷ്. അപ്പം ഈ ബേണിംഗ് പീലിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുന്നത്, സാലിസിലിക് ആസിഡ് ഞാൻ പറഞ്ഞു, സാലിസിലിക് ആസിഡിൻ്റെ സിറം എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂഷ്വലി ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലർക്ക് ഓരോരുത്തരുടെ സ്കിൻ സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആണ്. എൻ്റെത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്. അപ്പം ഓരോ സ്കിന്നിനും അഫക്റ്റ് ചെയ്യുന്ന, ചിലർക്ക് എന്ത് തേച്ചാലും അല്ലെ എന്ത് യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത സ്കിന്നുള്ളവരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ നിങ്ങളുടെ സ്കിന്ന് അറിയേണ്ടതും സ്കിന്നിനെ സൂക്ഷിക്കേണ്ടതും നിങ്ങളാണ്. അപ്പം നിങ്ങൾക്കൊരു സാധനം യൂസ് ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് വരുമ്പോൾ, ഇപ്പം ട്രെറ്റിനോയിൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്, ഇപ്പോൾ ഒരു മേ ബി ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ബേണിംഗ് ഫീലിംഗ് കൂടുതലുള്ളത്. സോ അതൊന്ന് നിർത്തി നോക്കുക. ഒരു 3 days 4 days അത് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ഫേസിന് അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ യോർ സെൽഫ് വാട്ട് ഈസ് റോങ് വിത്ത് യുവർ സ്കിൻ, വാട്ട് ഈസ് വർക്കിംഗ് ഓൺ യുവർ സ്കിൻ. അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഐ റെക്കമെൻഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് യൂസിങ് ഇറ്റ് ആൻഡ് ഡോണ്ട് യൂസ് ഇങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒന്നും തന്നെ ട്രെറ്റിനോയിൻ്റെ ഒപ്പം യൂസ് ചെയ്യാതിരിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു കമൻ്റ് ആണ്. ഹായ് ചേച്ചി, ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് ഒരു ചേഞ്ചും ഇല്ല. സോ ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ചേഞ്ചസ് ഇല്ല. ട്രെറ്റിനോയിൻ പറയുന്ന പോലെ ഒന്നുമല്ല, വെറുതെ ആണ്, അത് ഒരു എഫക്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ഇത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ്, ഞാൻ ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന്, ലൈക്ക് മേ ബി ചിലർക്ക് ഒരു 2 months ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. പക്ഷെ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊരു റിസൾട്ട് തരുന്ന സാധനമല്ല. ഒരു ഓരോരുത്തർ ലൈക്ക് കൊറിയൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മേ ബി വേറെ പുറത്തുനിന്നുള്ള ഒരുപാട്, കൊറിയൻ സ്കിൻ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ദേ ഹാവ് വെരി ബ്യൂട്ടിഫുൾ സ്കിൻ. ഐ ഹാവ് സീൻ സോ മെനി കൊറിയൻ ഇൻഫ്ലുവൻസേഴ്സ്, ബ്യൂട്ടി കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കൊറിയൻ കോസ്മെറ്റോളജിസ്റ്റ്, ദേ യൂസ് ട്രെറ്റിനോയിൻ എ ലോട്ട്. പക്ഷെ അവർക്ക് 18 വർഷമായിട്ട് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന ഒരു ലേഡീനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് 1 or 2 years. അതാണ് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടേണ്ട ഒരു ടൈം, അതാണ് ഒരു 1 yearന് ശേഷമാണ്. ബട്ട് ഞാനൊരു 6 months യൂസ് ചെയ്തിട്ട് എനിക്ക് ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണും. പക്ഷേ ആദ്യത്തെ ഒരു 3 months 4 months ചിലപ്പം ഞാൻ പറഞ്ഞു പേർജിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ നിങ്ങൾക്ക് സ്കിൻ കെയറിന് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് പെട്ടെന്നൊരു റിസൾട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ട്രെറ്റിനോയിൻ 0.025 ക്രീം യൂസ് ചെയ്യാൻ പറഞ്ഞു. 3 hours കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാനാണ് പറഞ്ഞത്. ഡെയിലി യൂസ് ആക്കാൻ പറ്റുമോ അപ്പോൾ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ പേർക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. എനിക്ക് സബ്സ്ക്രൈബ് എന്ന് മാത്രമേ വരുന്നത്. മേ ബി ഐ എം ടു മച്ച് ഇൻ ടു മൈ യൂട്യൂബ്. സബ്സ്ക്രൈബ് നോ, പ്രിസ്ക്രൈബ്. നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ് ട്രെറ്റിനോയിൻ. സോ നിങ്ങളൊരു ഡോക്ടറിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് കൺസേണിന് വേണ്ടിയിട്ടാണോ പോയത് ആ കൺസേണിന് വേണ്ടിയിട്ടായിരിക്കും അവരത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ സ്കിന്നിൻ്റെ അവസ്ഥകൾക്ക് ഓരോ രീതിയിലായിരിക്കാം അത് യൂസ് ചെയ്യേണ്ടത്. മേ ബി പിന്നെ നിങ്ങളുടെ സ്കിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന പോലെയല്ല. ഞാനിവിടെ നിന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കോമൺലി ജനറലി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടി പോകുമ്പോൾ അവർക്ക് നമ്മുടെ skin കാണാൻ പറ്റും. They touch our skin, they can know what kind of skin we have, what kind of concern we have. അതിനനുസരിച്ചാണ് അത് എന്ത് രീതിയിൽ ഉപയോഗിക്കണം എന്നവർ പറയാം. സോ അത് നിങ്ങൾ ഡോക്ടറിനെയാണ് കാണുന്നതെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ യൂസ് ചെയ്യുക. യൂട്യൂബിൽ വന്ന് വീഡിയോസ് സെർച്ച്, എൻ്റെ എന്നല്ല ആരുടെയും, നിങ്ങൾക്ക് ഡോക്ടർ ഒരു പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, അത് ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്ത ഒരു മെഡിസിനാണ്. പിന്നെ അതിനെപ്പറ്റി വന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഓരോരുത്തർ പറയുന്നത് ഓരോന്ന് കണ്ട്, ബിക്കോസ് ദെയർ ആർ ക്വാളിഫൈഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആസ് വെൽ ആസ് നോർമൽ ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ പലരും പലതായിരിക്കും പറയുന്നത്, അതെല്ലാം ശരിയാവണം എന്നില്ല. അപ്പം
ഗെറ്റ് ടു നോ മോർ അബൌട്ട് സ്റ്റഫ്സ്. പക്ഷേ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. അതിൽ വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയോ യൂട്യൂബിലെ വീഡിയോസോ കണ്ടിട്ട് മാറ്റങ്ങൾ വരുത്താതിരിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉപയോഗിക്കാൻ പറ്റുമോ ഇതിൻ്റെ കൂടെ? അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പക്ഷെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം ഇതിൻ്റെ കൂടെ? മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻസ്. കാരണം ഓരോ ആൾക്കാരുടെയും സ്കിൻ കണ്ടീഷൻസ് ഓയിലി ആണോ ഡ്രൈ ആണോ കോമ്പിനേഷൻ ആണോ അതിനനുസരിച്ച് അത് മാറും. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുക. സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, AHA BHA നമ്മൾ പറയും അല്ലേ, അതൊന്നും ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ടല്ലോ, ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറാവെ ഉണ്ട്, സെറ്റഫിൽ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇമോളിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന 300 or something അങ്ങനെ ഒരു നമുക്ക് അത്യാവശ്യം വലിയ ട്യൂബ് കിട്ടും. എനിക്കൊന്നൊരു 7 to 8 1 ഇയറോളം അത് മതി ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ്. അത് ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിൻ, എവറിബഡി ക്യാൻ യൂസ് ഇറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് പേഴ്സണലി അതാണ്. ഐ റിയലി റെക്കമെൻഡ് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത മോയ്സ്ചറൈസർ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ഷെഡ് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഓക്കെ, വൈറ്റമിൻ സി ഈസ് നോട്ട് എ പ്രോബ്ലം. അതും മോയ്സ്ചറൈസറിനകത്ത് വരുമ്പം ഒട്ടും തന്നെ പ്രശ്നമില്ല. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതിൽ കൂടെ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത്? ഇതെല്ലാം കുറേ തവണ ഒരു റിപ്പീറ്റഡ്ലി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള ആൻസർ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആ മോയ്സ്ചറൈസറിൻ്റെ കാര്യത്തിൽ അതാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ഏതാണ്? ഫാർമസി ആക്നെ മോയിസ്റ്റ് നല്ലതാണോ? സോ ഇതും അതുപോലെ തന്നെ സെയിം ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് മോയ്സ്ചറൈസറിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇതിനകത്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ആക്നെ മോയിസ്റ്റ് നല്ലതാണോ? ആക്നെ മോയിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അത് എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ആക്നെ ആണ്. ബട്ട് ആക്നെക്ക് വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് കണ്ടന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ട്രെറ്റിനോയിൻ്റെ ഒപ്പം യൂസ് ചെയ്യുമ്പോൾ യു ഷുഡ് ടേക്ക് കെയർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മോയ്സ്ചറൈസർ. അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നിനാണെങ്കിലും ഇമോളിനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം. കാരണം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്നെക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. സോ പിന്നെ അതിന് ആക്നെക്ക് വേണ്ടിയിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. സോ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ഡെയിലി യൂസ് ചെയ്ത എന്നെ ഡോക്ടറിനെ വിളിച്ചത് ഞാൻ ഏതോ ഡോക്ടറിനെ പറ്റി പറയാമെന്ന് വിചാരിച്ച്. ഡെയിലി യൂസ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടാവോ? ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 5% ആണ് യൂസ് ആക്കുന്നത്. എനിക്ക് 5% ഫസ്റ്റ് ടൈം യൂസ് ആക്കിയപ്പോൾ ബേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് 5%, ഇറ്റ്സ് 0.5% ആണ് കേട്ടോ. 5% ഇല്ല. 5% ഒക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്താൽ മുഖം എല്ലാം കൂടെ പൊള്ളിപ്പോവും. ബേണിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അത് നോർമലായി. ഇപ്പോൾ സ്കിൻ നല്ലതായി വരുന്നു. സോ ഇത് ഡെയിലി യൂസ് ആക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. അത് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എപ്പോഴും പറയുന്നതാണ് ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് അതിനോട് അഡ്ജസ്റ്റഡ് ആയതിനു ശേഷം നിങ്ങൾക്കത് ഡെയിലി ആക്കാം. പക്ഷെ തുടക്കത്തിലേ ഡെയിലി ആക്കാൻ പാടില്ല. കാരണം ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല. ഭയങ്കരമായിട്ടുള്ളൊരു പേർജിങ്ങോ പീലിങ്ങോ ഒക്കെ നമ്മൾ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇത് മാത്രം കണ്ടിട്ട് അഗൈൻ ഈ വീഡിയോ കണ്ട് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നവർ ഇത്രയും പറഞ്ഞത് മാത്രം കേട്ടിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്കാൻ പാടില്ല. പ്ലീസ് ഐ എം റിയലി റിക്വസ്റ്റിംഗ് യു ടു വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് ദെൻ യൂസ് ഇറ്റ്. ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്തു, അവിടെ നല്ല ചേഞ്ച് ഉണ്ട്, അണ്ടർ ഐ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോ. മേ ബി ഒരാൾക്ക് യൂസ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. മേ ബി ആളുടെ സ്കിൻ തിക്ക് ആയതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായി കാണില്ല. ബട്ട് നോ യു ഷുഡ് നോട്ട് യൂസ് ഇറ്റ് അണ്ടർ യുവർ ഐസ്. അണ്ടർ ഐ എന്ന് പറയുന്ന
ഏരിയയിലെ സ്കിൻ വളരെ തിന്നാണ്. ഇറ്റ്സ് സോ തിൻ ആൻഡ് സോ സെൻസിറ്റീവ്. നിങ്ങൾക്ക് വളരെ മോശമായിട്ടൊക്കെ പീലിങ്ങോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ദൈവത്തെ ഓർത്ത് അണ്ടർ ഐസിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഒരു പോർഷൻ, മൂക്കിൻ്റെ ഈ ഒരു പോർഷൻ, അവിടെയൊക്കെ യൂസ് ചെയ്യില്ലെന്ന് പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് ഭയങ്കര ഇച്ചിങ്ങോ ബേണിങ്ങോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വാസ്ലിൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആദ്യം നല്ല തിക്കായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുക. ബിക്കോസ് നമുക്കപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡയറക്റ്റ് ഒരു കോൺടാക്റ്റ് വരില്ല. അതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ അടിയിലും നോ വേ യു ഷുഡ് യൂസ്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഡാർക്ക് സർക്കിൾസ് എൻ്റെ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ അറിയാം. ലോങ് വീഡിയോസിൽ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന പോലെ അല്ല. എൻ്റെ ഷോർട്സിൽ ഞാൻ ബെയർ സ്കിന്നിൽ വരാറുണ്ട്. ഷോർട്ട് വീഡിയോസിൽ യു ക്യാൻ സീ എൻ്റെ ഫേസ് ഇസ് നോട്ട് ദാറ്റ് ക്ലിയർ. എനിക്ക് റെറ്റിനോയിഡ് ഇപ്പം എനിക്ക് അത് പോയി കണ്ടിട്ട് ഈ പറഞ്ഞ എഫക്റ്റ് വെച്ചിട്ട് എൻ്റെ സ്കിൻ ക്ലിയർ അല്ലല്ലോ എന്ന് ചോദിക്കരുത്. നമുക്ക് എത്രയൊക്കെ സ്കിൻ കെയർസ് യൂസ് ചെയ്താലും അണ്ടർലൈയിങ് ഇഷ്യൂസ് ആർ ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഐ ഹാവ് ഹെൽത്ത് ഇഷ്യൂസ്, ഐ ഹാവ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്. മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. സോ ഐ ഹാവ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആസ് വെൽ ആസ് ഹെൽത്ത് ഇഷ്യൂസ്. അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്നിന് പുറത്തേക്ക് ഷോ ആവുക. പിന്നെ ഞാൻ എപ്പോഴും സ്ക്രീൻ ടൈം ഉള്ള ഒരാളാണ് ഞാൻ. ഐ ഓൾവേസ് യൂസ് സ്ക്രീൻ, either it's മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ക്ലാസ്സസ് ഉണ്ട്, ഐ റീഡ് ഓൾ ദ ടൈം. അതൊന്നും പോരെങ്കിൽ എനിക്ക് നല്ല പവർ ഉണ്ട്. ഞാൻ ഇപ്പോൾ ലെൻസ് വെച്ചിട്ടുണ്ട്, എനിക്ക് കണ്ണ് കാണത്തില്ല, ഞാൻ കണ്ണാടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. ഈ റെറ്റിനോയിഡ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തന്നെ യൂസ് ചെയ്ത് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കളഞ്ഞ് ഞാൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ട്. സോ never ever use retinoid under your eyes. നെക്സ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ ട്രെറ്റിനോയിൻ 0.05% ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലോണം പിമ്പിൾസ് വരുന്നുണ്ട്, അത് നോർമൽ ആണോ? എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു, പേർജിങ് എന്ന് പറയുന്നൊരു സാധനം, ഇതാണ് പേർജിങ്. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരും. അത് വളരെ വളരെ നോർമലാണ്. ദെൻ ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇപ്പം എനിക്ക് മേക്കപ്പ് ഇട്ട് മറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണുന്നില്ല. ബട്ട് എനിക്ക് ഇവിടെ എൻ്റെ ഷോർട്സിൽ എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളതൊക്കെ എന്തായാലും അറിയാം ഹൗ മൈ റിയൽ സ്കിൻ ലുക്സ് ലൈക്ക്. അപ്പം ഞാൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റീസെൻ്റ്ലി 0.25 0.5 മാറിയ ആളാണ്. സോ അപ്പോഴും നമുക്ക് പേർജിങ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ച് എനിക്ക് കുറേ പിമ്പിൾസ് ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെത് ഒരു ബ്രൗൺ സ്കിന്നാണ്, ഐ മീൻ കുറച്ച് ഡാർക്കർ സ്കിൻ ടോൺ ആണ്. ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളവർക്ക് അറിയാം, നിങ്ങൾക്ക് പിമ്പിൾസോ ആക്നീസോ എന്തെങ്കിലും വന്നാൽ അപ്പോൾ അത് ഡാർക്ക് സ്പോട്ടായിട്ട് മാറും. പിന്നെ അത് മാറാൻ കുറച്ച് സമയം എടുക്കും, കുറച്ച് ഫെയറർ സ്കിൻ ടോണിലേക്കുള്ളവരെ പോലെ അല്ല. സോ എനിക്ക് എസ്പെഷ്യലി എൻ്റെ സെൻസിറ്റീവ് ആൻഡ് ഡാർക്കർ സ്കിൻ ടോൺ ആയതുകൊണ്ട് പിമ്പിൾസ് വന്നത് പോകാൻ നല്ല സമയം എടുക്കും, നല്ലപോലെ മാർക്സും വീഴും. സോ എനിക്കിപ്പം കുറേ മാർക്സ് ഉണ്ട് എൻ്റെ ഫേസിൽ, പ്ലസ് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട്, അതിൻ്റെ മാർക്സ് ഉണ്ട്. സോ പിമ്പിൾ വരിക എന്ന് പറയുന്നത് ഇസ് വെരി നോർമൽ വിത്ത് റെറ്റിനോയിഡ്. ബട്ട് ഇഫ് യു ട്രസ്റ്റ് ഇറ്റ് ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ് ഫോർ എ ലോങ് ടൈം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും ഈ ഇപ്പം ഞാൻ വായിച്ച എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക്, ഈ ഡൗട്ടുകൾ ഉള്ളവരിലേക്ക് ഇത് എത്തും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്തത്. ഓഫ് കോഴ്സ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം താഴെ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ഫോളോ മൈ ഇൻസ്റ്റഗ്രാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ യു ഹാവ് ടു കണക്ട് മീ ഓൺ ഇൻസ്റ്റഗ്രാം. അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.